ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവുവിന് ജോലി കിട്ടിയതിൻ്റെ സങ്കടത്തിൽ ദൈവങ്ങളെ വിളിച്ചൊക്കെ ശപിച്ചും ബ്രാഗിയൊക്കെ നിൽക്കുവാണ് നമ്മുടെ ചന്ദ്രമതി. ഈ സമയത്ത് പിന്നെ ദേവു രേവതിയെ വിളിക്കുക. അപ്പോൾ രേവതി പൂ കൊണ്ട് കൊടുക്കാനായിട്ട് അങ്ങ് പോയി. അപ്പോൾ ചേച്ചി ജോലി കൺഫേം ആയി എന്ന് പറഞ്ഞു. രേവതിക്ക് വരുന്ന സങ്കടം വന്നു. രേവതി നിന്ന് കരയുക. ചേച്ചി എന്താ ഒന്നും പറയാത്തതെന്ന് ദേവു ചോദിക്കുമ്പം അത് ഞാൻ എങ്ങനെ പറയാനാ, എനിക്ക് വാക്കുകൾ കിട്ടണ്ടേടി പറയാൻ. സന്തോഷമായി മോളെ എന്ന് പറഞ്ഞു. ഇപ്പോൾ 6 മാസം പ്രൊഫഷൻ പീരീഡ് ആണെന്നും അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വർക്ക് നോക്കിയിട്ട് പെർമനൻ്റ് ആക്കും എന്നും പറഞ്ഞു. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ പ്രാർത്ഥന ഫലിച്ചു മോളെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ രേവതി ഇങ്ങനെ പറയൂ കേട്ടോ. ഇപ്പം നമ്മുടെ അച്ഛൻ ഉണ്ടാവണമായിരുന്നല്ലേ, അച്ഛൻ എന്തോ ഒരു സന്തോഷമാകുമായിരുന്നു. നാളെ മുതൽ നീ ജോലിക്ക് പോവല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. പിന്നെ നീ അമ്മയോട് ഇതിനെപ്പറ്റി പറഞ്ഞു എന്ന് ചോദിച്ചു. ഇല്ലേ ചേച്ചി, ഞാൻ ആദ്യം തന്നെ ചേച്ചിയെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ശരി നീ വേഗം അമ്മയെ വിളിച്ചു പറയാട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ശ്രുതി ചേച്ചി വന്നായിരുന്നു എന്ന് ചോദിച്ചു. ശ്രുതിയോ? ഇല്ലല്ലോ, അവൾ എന്തിനാ ആ ഹോസ്പിറ്റലിൽ വന്നത്? അപ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. ശ്രുതി ചേച്ചിയുടെ ഫ്രണ്ട് മീര ഉണ്ടായിരുന്നു കൂടെ എന്ന് ദേവു പറയുക. അത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹോസ്പിറ്റലല്ലേ എന്ന് ചോദിക്കുമ്പം അത് ചേച്ചി പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സ്ത്രീകളും ഇവിടെ വരാറുള്ളതെന്ന് പറയുമ്പോൾ അപ്പോൾ ശ്രുതി അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതായിരിക്കുമെന്ന് രേവതി ചോദിക്കും കേട്ടോ. അവൾക്ക് വിശേഷം കാണുമോ എന്നൊക്കെ ചോദിക്കുമ്പം അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷെ വന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവളുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ചെറിയ മാറ്റം ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഇത് ഉറപ്പിക്കാം ദേവു, ശ്രുതി എന്തായാലും പ്രഗ്നൻ്റാ എന്നും പറഞ്ഞ രേവതി ഭയങ്കര സന്തോഷ പ്രകടനം. ആ സമയത്ത് ഇന്നെന്തായാലും 2 നല്ല കാര്യം നടന്നല്ലോ. ഒന്ന് നിനക്ക് ജോലി കിട്ടി, പിന്നെ വേറൊന്നും ശ്രുതി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അപ്പോൾ ശ്രുതി ചേച്ചി അമ്മായിമ്മയുടെയും കൂടെ ചേർന്ന് ചേച്ചിയുടെ സന്തോഷം കെടുത്താൻ നോക്കുന്നതല്ലേ എന്ന് ദേവു അന്നേരം ചോദിക്കും കേട്ടോ. ശ്രുതി ചേച്ചി പ്രഗ്നൻ്റ് ആയതിൽ ചേച്ചി എന്തിനാ ഇത്ര സന്തോഷിക്കുന്നത് ദേവു ചോദിച്ചു. അന്നേരം എന്തു പറഞ്ഞാലും ഞങ്ങൾ ഒരു കുടുംബമല്ലേ ദേവു, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ സന്തോഷം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ചേച്ചി, ഞാൻ എന്തായാലും അമ്മയൊന്ന് വിളിക്കട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേവ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ നമ്മുടെ രേവതി ഫോൺ എടുത്ത് സച്ചിയെ വിളിച്ച് ദേവ് ഒരു ജോലി കിട്ടിയ കാര്യം പറഞ്ഞു. അപ്പോൾ അവൾ ആദ്യമായിട്ട് എന്നെ സച്ചിയേട്ടൻ വിളിച്ച് പറഞ്ഞേ. അപ്പോൾ അത് സച്ചിയേട്ടൻ എങ്ങനെ അറിഞ്ഞായെന്ന് ചോദിച്ചു. നീ വിളിക്കുമ്പോൾ എനിക്ക് ഊഹിക്കാലോ എന്ന് പറഞ്ഞു. അപ്പം നാളെ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞു. നാളെയോ? റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവൾക്ക് ജോലി കിട്ടില്ല, ഭാഗ്യമുണ്ട് അവൾക്ക് എന്നൊക്കെ സച്ചി ഇങ്ങനെ രേവതിയോട് പറയാം. വലിയ ആശ്വാസമായി സച്ചേട്ടാ. പിന്നെ ശരത്ത് കൂടി ഒരു വഴിക്കായാൽ പിന്നെ രക്ഷപ്പെട്ടു എന്നൊക്കെ രേവതി പറയുമ്പം അവൻ വഴിക്കാവും കണക്കാണെങ്കിൽ പെരുവഴിക്ക് എന്ന് സച്ചി പറയുക. പിന്നെ നല്ല സന്തോഷത്തിലാണ് ഞാൻ, അത് നശിപ്പിക്കാൻ നിൽക്കരുത് നീ എന്നൊക്കെ പറയും. ഫോൺ വെക്കണി എന്ന് പറഞ്ഞു വെച്ചപ്പോഴത്തേക്ക് പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്ന്, ഒരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് വിശേഷം? അത് ഞാൻ പറയാം. എന്താ? നീ വിട്ടോ, ഞാൻ വന്നേക്കാം, ഞാൻ പറയാം, സച്ചേട്ടനെ നേരിട്ട് കണ്ടു പറയാമെന്ന് പറയാം, വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ രേവതി ഫോൺ കട്ട് ചെയ്തു. സച്ചി അന്നേരത്തേക്കും ഭയങ്കര സന്തോഷത്തോടെ ഈച്ചയോട് വിവരം പറഞ്ഞു. ഈച്ചയാണെങ്കിൽ ചാടി കയറി സച്ചിയുടെ ഒക്കത്ത് കയറിയിരിക്കുക. എന്നൊക്കെ പറഞ്ഞു. നീ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പം നമുക്ക് പോവാല്ലേ എന്ന് ചോദിച്ചു. എങ്ങോട്ട്? മന്തി പോടാ അവിടുന്ന് മന്തി. ദേവുവിന് ജോലി കിട്ടിയാലേ നീ എനിക്ക് കുഴിമന്തി വാങ്ങിത്തരാന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ വാങ്ങിത്തരാന്ന് പറഞ്ഞില്ല, വാങ്ങിത്തരണമെന്ന് നീ അല്ലടാ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ നീ എനിക്ക് വാങ്ങിത്തരൂലടാ? വാങ്ങിത്തരാടാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞവർ അങ്ങനെ അങ്ങ് പോവാട്ടോ. രേവതി അടുക്കളയിൽ തിരക്കിട്ട് നല്ല ജോലി. അപ്പോഴത്തേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നു. രേവതി എന്ന് പറഞ്ഞ് വിളിച്ച്. വന്നോ? ഇതെന്ത് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. ഇതൊരു സ്പെഷ്യൽ സാധനമാണ്, ടേസ്റ്റ് നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചിക്ക് ടേസ്റ്റ് നോക്കാൻ കൊടുത്തു. അങ്ങനെ സച്ചി അത് കഴിച്ചു. സച്ചിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതെന്താ നീ എന്താ ഇപ്പോൾ കേസരി ഉണ്ടാക്കാൻ കാരണം? എന്തെങ്കിലും വിശേഷമുള്ളപ്പോഴാണല്ലോ നീ കേസരി ഉണ്ടാക്കാറ്, ഇന്നെന്താ വിശേഷമെന്ന് ചോദിച്ചു. അപ്പോൾ അനിയത്തേക്ക് ജോലി കിട്ടിയതിൻ്റെ വകയിലാണോ എന്ന് ചോദിക്കുമ്പം അതും ഒരു കാരണമാ. അതും ഒരു കാരണം. അതെന്താ? അപ്പോൾ വേറെയും കാരണം ഉണ്ടല്ലേ, അതെന്താന്ന് ചോദിച്ചു. അതൊക്കെ സർപ്രൈസ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനത് പറയാം, നിങ്ങളവിടെ ചെന്ന് ഇരിക്കാൻ പറഞ്ഞു. പറ രേവതി, അവിടെ ചെന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ രേവതി കേസരി ഉണ്ടാക്കി നേരെ അങ്ങോട്ടേക്ക് ചിലപ്പോൾ അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഇവർ 2 പേരും കൂടി അങ്ങോട്ടേക്ക് ചെന്നു. അമ്മ തൽക്കാലം ഇത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് കഴിച്ചാൽ വിശപ്പടങ്ങുമെന്ന് ചോദിച്ചു. വിശപ്പടങ്ങാനുള്ളത് ഞാൻ തരാം, ഒരു 10 മിനിറ്റ് എന്ന് രേവതി ചന്ദ്രയോട് പറയുക. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കി. അപ്പോൾ ഇതെന്തേ മഞ്ഞ സാധനം എന്ന് ചോദിച്ചോ. അമ്മ ഇത് എടുക്കമ്മേ, അപ്പം അറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി കേസരി ഉണ്ടാക്കി ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ കേസരി എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി വരുവാണ് സുധി. അപ്പോൾ അയ്യോ അമ്മ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, ഇത് കേസരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധി പറയുക കേട്ടോ. ശ്രുതി ഇതൊന്നും മനസ്സിലാക്കാതെ വന്ന് ഇങ്ങനെ നിൽക്കുക. എല്ലാവർക്കും കൊണ്ട് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അല്ല എന്തിനാ കേസരിയൊക്കെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു. അതിന് മാത്രം വിശേഷം എന്താണെന്നും ഈ ചന്ദ്ര ചോദിക്കുമ്പം അച്ഛാ ദേവുവിന് അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടിയെന്നും അതിൻ്റെ സന്തോഷത്തിൽ രേവതി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു സച്ചി. അപ്പം തിന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സുധി ജോലി കിട്ടിയെന്നോ, ഡിഗ്രി പാസ്സായ ഉടനെ തന്നെ ജോലിയും കിട്ടിയോ എന്ന് ചോദിച്ചു. അന്നേരം ഒരു ജോലി കിട്ടാനേ ഒരു ഡിഗ്രി തന്നെ ധാരാളം ആടാ.
7 ഡിഗ്രി ഒന്നും വേണം ഇപ്പം മനസ്സിലായില്ലേ എന്ന് സച്ചി ചോദിച്ചു. അതെ, ഞാൻ കഷ്ടപ്പെട്ട 7 ഡിഗ്രി എടുത്തതേ വെറും അക്കൗണ്ടന്റ് ആകാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു സുധി. അപ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വന്നു. 7 ഡിഗ്രി എടുത്തിട്ടും സുധീറിന് ജോലി കിട്ടിയില്ലല്ലോ. അപ്പോൾ ജോലി എന്ന് വർഷ പറയുമ്പോൾ ജോലി കിട്ടിയത് ഇവളുടെ അനിയത്തിക്കും നഷ്ടം നമുക്കുമാണെന്ന് ചന്ദ്ര. നഷ്ടോ? അപ്പോൾ അതെ, ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ടല്ലേ കേസരി ഉണ്ടാക്കിയതെന്ന് ചന്ദ്ര ചോദിക്കുക. റവ, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊന്നും വെറുതെ കിട്ടണമെന്നും അല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ കിടന്നു ഓരോന്ന് പറയുക. എന്നിട്ട് നീ തന്നെ വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ അതൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ എന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അച്ഛാ, അനിയത്തേക്ക് ജോലി കിട്ടിയത് കൊണ്ട് മാത്രമല്ല, ദേ ശ്രുതിക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ശ്രുതിക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക. എന്നും പറഞ്ഞിട്ട് ശ്രുതി നോക്കുന്നു, ചന്ദ്ര നോക്കുന്നു. അല്ല, രേവതി എന്തിനാ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അഭിനയം നോക്കാൻ പറഞ്ഞു. ആരും അറിയില്ലെന്നാണോ കരുതിയതെന്ന് ചോദിച്ചു. അഭിനയിക്കാനോ? എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ശ്രുതി പറയുമ്പോൾ, ശ്രുതി, നീ ഒരു കുഞ്ഞിൻ്റെ അമ്മ ആവാൻ പോവല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോഴത്തേക്കും അയ്യോ, ശ്രുതിയുടെ കയ്യിൽ നിന്ന് കേസരിക്ക് പൊടിഞ്ഞു പോയി, ലഡു പൊടിക്കുന്നത് പൊടിച്ചു കളഞ്ഞു. സത്യമാണോ മോളെ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ അതേ അച്ഛാ, ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന കാര്യം നമ്മുടെ രേവതി പറയാം. പൊളിഞ്ഞോ എന്ന് പറഞ്ഞ് ശ്രുതി നിൽക്കുക. അപ്പോഴത്തേക്കും ഹർഷി ഓടി ചേച്ചി കൺഗ്രാറ്റ്സ് ചേച്ചി എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ചന്ദ്രയൊക്കെ അന്തം വിട്ട് നോക്കുക. എടാ നിന്നെ സമ്മതിച്ചിരിക്കുന്നു ശ്രുതി, എന്നാലും ഇതിൽ നീ മെടുക്ക് കാണിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര, ശ്രുതി എന്താ ഇത്, രേവതി പറഞ്ഞിട്ട് വേണോ ഈ സന്തോഷം ഞാൻ അറിയാനെന്ന് ചോദിച്ചു. ഇത് നീ ആദ്യം എന്നോടല്ലേ പറയേണ്ടതെന്നൊക്കെ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കാം. ശ്രുതി വായും പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പം എന്തിനാ ശ്രുതി വെറുതെ മറച്ചു വെക്കുന്നേ? നീ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയതൊക്കെ എനിക്കറിയാം എന്ന് നമ്മൾ പറയുമ്പം അത് ഞാൻ പോയിരുന്നു, പക്ഷേ അപ്പം എടാ ഇവളോ പറഞ്ഞില്ല, നീ എന്താടാ അതിനോട് പറയാതിരുന്നേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പം അയ്യോ ദൈവസത്യമായിട്ട് എനിക്കൊന്നും അറിയത്തില്ലമ്മേ, ഇവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ശ്രുതി, ഞാനൊരു അച്ഛനാകാൻ പോവുകയാണെങ്കിൽ അത് ആദ്യം ഞാനല്ലേ അറിയേണ്ടതെന്ന്. അപ്പം അത് അച്ഛനാവുമ്പോഴല്ലേ എന്ന് ചോദിച്ചു. അപ്പം അച്ഛനായില്ലേ? ഓ, മനസ്സിലായി. അപ്പം ഏട്ടനോട് പോലും പറയാതെ ഏട്ടത്തി സർപ്രൈസ് തന്നാണല്ലേ എന്ന് ചോദിച്ചു. ഇത് വളരെ മോശമായിപ്പോയി ശ്രുതി എന്ന് പറയുമ്പം ആൻറ്റി ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. അപ്പം എന്തിനാ ഈ കൺഫ്യൂഷൻ എന്ന് വർഷ? അപ്പം ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഒച്ചയ്ക്ക് അങ്ങ് കിടന്ന് അലറി. അപ്പം എന്നും പറഞ്ഞ് എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം ശ്രുതി, നീ എന്തിനാ മറച്ചു വയ്ക്കുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ രേവതിയോട് ദേഷ്യം ശ്രുതിക്കും. അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോയെന്ന് ചോദിച്ചു. അത്തരം ഒരു ഹോസ്പിറ്റലിൽ പോയെന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നാണോ അർത്ഥം എന്ന് ശ്രുതി ഇവരോട് ചോദിച്ചു. അപ്പം അത് ശരിയാണല്ലോ. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. രേവതിക്ക് പണി കിട്ടി. ഒരു ദിവസം 1000 പേര് അവിടെ പോകുന്നില്ല. അപ്പോൾ അവരെല്ലാവരും ഇവിടെ പ്രഗ്നൻ്റ് ആണോ എന്ന് ശ്രുതി അന്നേരം ചോദിച്ചു. അപ്പം മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പിന്നെ ചേച്ചി എന്തിനാ പോയത്? അപ്പം ഞാനൊരു ജനറൽ ചെക്കപ്പിന് വേണ്ടി പോയതാ, അല്ലാതെ വേറൊന്നിനും പോയതല്ല. അപ്പം ജനറൽ ചെക്കപ്പോ അതെന്തിനാ നീ അത് ചെയ്തതെന്ന് ചോദിച്ചു. ആൻറ്റി, ഞങ്ങളൊരു വിവാഹം കഴിച്ചിട്ട് 1 വർഷം ആവാറായില്ലേ, എന്നിട്ട് ഞാൻ കൺസീവ് ആയില്ലല്ലോ, അതുകൊണ്ട് ഡോക്ടറെ കണ്ടൊരു ചെക്കപ്പ് നടത്താമെന്ന് വിചാരിച്ച് പോയതാണെന്ന് ശ്രുതി ഇങ്ങനെ പറയുക കേട്ടോ. അപ്പം രേവതിക്ക് അതും പണി പാലും വെള്ളത്തിൽ കിട്ടി. അങ്ങനെ വീട്ടിൽ വന്ന് എല്ലാം കൂടെ എടുത്തിട്ട് അലക്കി. അപ്പോൾ രേവതി പറഞ്ഞതുപോലെ പ്രഗ്നൻ്റ് ആയോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പോയതല്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിലും പ്രഗ്നൻ്റ് ആണെങ്കിൽ ശ്രുതി അത് ആദ്യം എന്നോടല്ലേ പറയാമെന്ന് ശ്രുതി കിട്ടിയ അവസരത്തിൽ കയറി അങ്ങ് മേയുവാണ്. എന്തെങ്കിലും കേൾക്കുന്ന ഉടനെ അങ്ങ് കാള പറ്റുമെന്ന് അറിഞ്ഞ ഉടനെ കയറെടുക്കുകയാണെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. രേവതി എന്തിനാ ഊഹം വെച്ച് ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്ന് ചോദിച്ചു. അറിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു. അയ്യോ അല്ല, അത് പിന്നെ എനിക്ക് നീ ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി എന്ന് രേവതി പറയാം. അത് എന്നോടല്ലേ നീ ചോദിക്കേണ്ടത്, എന്തിനാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്നൊക്കെ ചോദിച്ചു ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെടുക രേവതിയോട്. ഭയങ്കര ഇതായിട്ട് അവളുടെ ഒരു കേസരി എന്ന് പറഞ്ഞ് ശ്രുതി ഇരിക്കുക. ഇപ്പം എല്ലാവരെയും മൂഡ് ഔട്ട് ആക്കിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ, ആൻറ്റിയോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ആൻറ്റി എന്നോട് ദേഷ്യപ്പെട്ടു, എന്തിനാ രേവതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഒച്ച വയ്ക്കുന്നു. അപ്പോൾ വകതിരിവില്ലാത്തവള് മണ്ടിയായി ഇവളെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര. ഇതൊക്കെ എന്താ കളിതാമാശയാണോ? അപ്പം ചന്ദ്രൻ ഇത് വിടാൻ പറയൂ രവേട്ടൻ. അതിന് മാത്രം വലിയ തെറ്റൊന്നും കൂട്ടി ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പം ഇല്ലേ, ശ്രുതി പ്രഗ്നൻ്റ് ആയാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, ഇവളെന്തിന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോകുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കാം അവിടെ ഇരുന്ന്. അപ്പം നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാണോ നടക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാറില്ലേ എന്ന് സച്ചി അന്നേരം ചന്ദ്രമതിയോട് ചോദിച്ചു. രേവതി, ഞാൻ ഹോസ്പിറ്റലിൽ പോയ കാര്യം നിന്നോട് ആരാ പറഞ്ഞതെന്ന് ശ്രുതി ചോദിക്കുക. അത് പിന്നെ എന്നോട് ദേവുവാ പറഞ്ഞത്, അവള് അവിടെ വർക്ക് ചെയ്യുന്ന കാര്യം ഇങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞപ്പോൾ ശ്രുതി നടുങ്ങി. പണിപ്പാളിന്ന് മനസ്സിലായി. ഇനി പറ്റ കാര്യം എല്ലാവരും അറിയുമെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായി. പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. അവിടെ ആരൊക്കെയാണ് വരുന്നത്, എന്തിനാ വരുന്നത് എന്നൊക്കെ നുണ പറഞ്ഞു കൊടുക്കല അവളുടെ ജോലി എന്ന് ചന്ദ്ര പറയുമ്പോൾ അയ്യോ അല്ലാന്ന് പറഞ്ഞു രേവതി. രേവതി ഒന്നും അറിയാതെ ഓരോന്നിങ്ങനെ വിളിച്ചു പറയരുത് കേട്ടോ, എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്, അത് ക്രോസ് ചെയ്യരുത് നീ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വലിയ ബൗണ്ടറിയൊക്കെ തീരുമാനിച്ചു രേവതിയുടെ മുന്നിൽ.
അപ്പോഴത്തേക്ക് ശ്രുതി എഴുന്നേറ്റിട്ട് ശ്രുതി നീ വന്നേന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ചന്ദ്ര മോളെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട ആൻറ്റി, ആ മോഡ് അങ്ങ് പോയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി മുകളിലോട്ട് കയറി പോവുക. അവരെ പട്ടിണി കിട്ടപ്പോൾ സമാധാനമായല്ലോ, നീ പോയി കഴിച്ചോളാൻ ചന്ദ്ര പറയുക. അല്ലെങ്കിലും പാർലറേട്ടത്തെ ദേഷ്യപ്പെടാനും അതിൽ രേവതി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് സച്ചി അന്നേരം പറഞ്ഞു. ഇതോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, കേസരി നന്നായിട്ടുണ്ട് അല്ലേടാ ശ്രീകാന്തേ, അല്ലേടാ അച്ഛാ, അയ്യോ അല്ലേ അച്ഛാ, വർഷയോടും ചോദിച്ചു. അവർ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ കഴിച്ചു. ചന്ദ്രയാണെങ്കിലോ ഭയങ്കര ദേഷ്യത്തിൽ താഴെ ഇരിക്കുന്നു. ശ്രുതിയാണെങ്കിലും മുകളിൽ വന്ന് പേടിച്ച് വിറച്ചിരിക്കാം. അപ്പോൾ അവൾ ഓക്കെ ഏതായാലും നല്ലപോലെ കിട്ടി എന്ന് പറഞ്ഞ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. നമ്മളെക്കുറിച്ച് പറഞ്ഞ് അവൾ നല്ല കുട്ടിയാകാൻ നോക്കിയതാ, പണി പാലും വെള്ളത്ത് കിട്ടിയില്ലേ, കോണക്കിനാണ് കിട്ടിയത്. അല്ല നീ നന്നായിട്ട് കൊടുത്തല്ലോ എന്ന് പറയുമ്പം അതെ രേവതി പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ, അത് നടക്കാതെ അവൾ പറഞ്ഞത്, അതിൻ്റെ ദേഷ്യം ഞാൻ അവളോട് കാണിച്ചതെന്ന് ശ്രുതി പറയുമോ. അതെ അതെ അതൊക്കെ സമയമാകുമ്പോൾ നടക്കും ശ്രുതിയും, എപ്പം നടക്കും, അല്ല എപ്പോഴാണ് സമയമാകുന്നേ എന്ന് ശ്രുതിയോട് ചോദിക്കും കേട്ടോ. അല്ല ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു കുഞ്ഞു പിറക്കുന്നത് സ്വപ്നം കാണാറുണ്ടെന്ന് ശ്രുതി പറയാം. ഹോസ്പിറ്റലിൽ ഞാൻ പ്രസവിക്കുന്നതും കുഞ്ഞിനെ കാണാൻ എല്ലാവരും വരുന്നതും ഒക്കെ ഞാൻ കണ്ടതാണെന്നൊക്കെ പറയുമ്പം അയ്യോ ആണോ, അല്ല എല്ലാവരും എന്നൊക്കെ വെച്ചാ നിന്റെ അച്ഛനും കുഞ്ഞിനെ കാണാൻ വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം ആ വന്നിരുന്നു എന്ന് ശ്രുതി പറയാം. അപ്പോൾ മോളവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ശ്രുതി പിടിച്ചടുത്തിരുത്തി. പെട്ടെന്ന് അമ്മയാക്കണമെന്നുള്ളൊരാഗ്രഹം നിന്റെ മനസ്സിലുണ്ട്, അതാ നീ ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ആലോചിക്കുന്നത് അത് നമ്മളുടെ സ്വപ്നത്തിൽ വരും. അപ്പം ശ്രുതി ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും കാണാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലില്ല, ഇന്ത്യ മുഴുവനും എൻ്റെ ഹോം അപ്ലയൻസസിൻ്റെ ആ ഒരു ബ്രാഞ്ച് ഉണ്ടാക്കുന്നു, ഞാനൊരു മൾട്ടി മില്യണർ ആകുന്നതും എൻ്റെ കീഴിലൊരു 10,000 എംപ്ലോയീസ് വരുന്നതൊക്കെയാണ് ഞാൻ സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറയുന്നു. ഒരു പ്രൈവറ്റ് ജെറ്റൊക്കെ നമുക്കുണ്ട്, എപ്പോഴും പണം സമ്പാദിക്കുന്നതിനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത് ചോദിക്കുമ്പോൾ എൻ്റെ ശ്രുതി പണമാണ് മുഖ്യം, അതില്ലെങ്കിൽ വേറും ഷൂ ആന്ന് പറഞ്ഞു. അപ്പോൾ പണം ഉണ്ടായിക്കഴിയുമ്പോൾ കുഞ്ഞുണ്ടാകണമെന്നുണ്ടോ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന ശ്രുതി നമുക്കൊരു കുഞ്ഞ് വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നടക്കുമ്പോൾ നടക്കട്ടെ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് പെട്ടെന്ന് നടക്കണം ശ്രുതി, നമുക്ക് ചെന്നൊരു ഡോക്ടറെ കണ്ടാലോ. എന്തിന്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആവാറായില്ലേ, ഇപ്പോഴും കൺസീവ് ആയില്ലല്ലോ ഒന്ന് ശ്രുതി പറയാം. നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നൊരു ചെക്കപ്പ് നടത്തിയാലോ. അത് പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ശ്രുതി ഇപ്പം തന്നെ ലേറ്റായി, അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് പറയാം. അങ്ങനെ നിർബന്ധിച്ച് ഇനിയിപ്പോൾ ശ്രുതിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണ് ശ്രുതി വരാത്തതെന്ന് ചോദിക്കുക. അപ്പോൾ ആ ഒരു രീതി പറയുമ്പോൾ ശ്രുതി വരുമെന്ന് ശ്രുതിക്കറിയാം. എവിടെ എന്നാ കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ല, ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കണം. നമുക്ക് പോകാം. അപ്പോൾ ശ്രുതി ഇതിന് മുന്നേ ഒരു മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ പെർഫെക്റ്റ് ആണെന്നൊക്കെ കറക്റ്റ് പറയുന്നത്, അല്ല ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതെന്ന് ചോദിക്കുമ്പം അല്ല മുൻപ് ശ്രുതിയും നീലിമയും ലിവിങ് ടുഗദറിലായിരുന്നല്ലോ, ആ സമയത്ത് അവൾ കൺസീവ് എങ്ങാനും ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്താ നീ പറഞ്ഞേ? അല്ല അന്ന് അവൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടോയെന്നാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് ശ്രുതി ഒരു കുഴപ്പമില്ലെന്ന് ഉറപ്പിച്ച് പറയുന്നതെന്ന് എനിക്ക് തോന്നണമെന്ന് പറഞ്ഞു. എനിക്ക് എന്നിൽ നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ കല്യാണത്തിന് മുൻപ് ഞാൻ അവളെ കൺസീവ് ആക്കി അബോർഷൻ ചെയ്തു അല്ലേ, അങ്ങനെയല്ലേ നീ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുക. എന്തൊരു ചീപ്പാണ് നീ, ഇത്രയ്ക്കും ദുഷിച്ച മനസ്സാണ് നിൻ്റെതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒച്ച വയ്ക്കുമ്പം ശ്രുതി ഞാൻ അപ്പത്തേനും കൈയൊക്കെ എടുത്ത് തട്ടി മാറ്റി. മതി, നിനക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നി ശ്രുതി അതെന്നോട്? അയ്യോ അല്ല അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ നടന്നില്ല എന്ന് പറഞ്ഞാൽ മതി, എന്തിനാ ഇങ്ങനോട് എന്നോട് ദേഷ്യപ്പെടാൻ വരുന്നതെന്ന് ചോദിച്ചു ശ്രുതിയെ. നീ എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ അങ്ങോട്ട് നിന്നോട് ചോദിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ കിളി പോയി. അയ്യോ അപ്പം നീ എന്താ പറഞ്ഞെന്നോ നീ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക ശ്രുതിയെ. അന്നേരത്തേക്കും കൊത്തിരി കയറി പിടിക്കലായി, ഉന്തലായി, മാന്തലായി, തള്ളലായി. ശ്രുതി കിടന്നങ്ങ് ഉരുളുക. ശ്രുതി നീ വിടാൻ പറഞ്ഞു എന്നെ, നിനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടല്ലേ. കല്യാണത്തിന് മുന്നേ നീ കൺസീവ് ആയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാ അപ്പം നിർത്തുന്നുണ്ടോ നീ? നാണല്ലേ ശ്രുതിക്ക് അങ്ങനെ എന്നോട് ചോദിക്കാൻ? കല്യാണത്തിന് മുന്നേ നിന്നെപ്പോലെ ഞാൻ ആരുടെയെങ്കിലും കൂടെ കഴിഞ്ഞിരുന്നല്ലേ നിന്റെ സംശയമൊന്നും ശ്രുതി ചോദിക്കാം. നീ ആരുടെയെങ്കിലും കൂടെ കഴിഞ്ഞിരുന്നോ, നിന്റെ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ എനിക്കെങ്ങനെ അറിയാമെന്ന് പറയുമ്പോൾ ശ്രുതിയെ എന്നും പറഞ്ഞുകൊണ്ടൊരു ഒറ്റ അലർച്ചയായിരുന്നു ശ്രുതി. നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാല്ലേ, ഞാൻ അങ്ങോട്ട് പറയാം, നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ശ്രുതിയോട് ചോദിക്കുക ശ്രുതിയെ. അപ്പം നിന്റെ ഭാര്യയല്ലേടാ ഞാൻ, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നു. നിന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഒരുത്തിയാണല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഒച്ചവയ്ക്കൽ, ഭയങ്കര പുണ്യാളത്തി ചമയൽ. ശ്രുതി എന്നെ പറ്റി അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വേറെ റൂട്ട് തിരിച്ചു. ഇനി നീ എൻ്റെ മുഖത്ത് നോക്കാൻ വേണ്ട, എനിക്ക് നിന്നെ കാണും വേണ്ട, ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ ഭയങ്കര അഭിനയം. നേരത്തേക്ക് എന്തെങ്കിലും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി നീ എൻ്റെ അടുത്തേക്ക് വരരുത്, പോ, എന്നോട് സംസാരിക്കുക പോലും ചെയ്യരുത്, പോകാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ അങ്ങ് ഭയങ്കര നാടകം കളി. അപ്പോൾ ശ്രുതി സോറി, നീ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പം നീ മഹാസെറ്റ്, ഞാൻ കേട്ടവളല്ലേ. ശ്രുതി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞു, നീ ഒന്നും എന്നോട് പറയണ്ട, എനിക്ക് കേൾക്കാൻ തീരെ താല്പര്യമില്ല, നീ പോ, എൻ്റെ മുന്നിൽ നിന്ന് നീ പോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി എവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ശ്രുതി ഇങ്ങനെ ഇരിക്കുക. ശ്രുതി പോയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുന്നു.
ശ്രുതി അപ്പുറം പോയി സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു. നീ എന്താടാ കിടക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മയെന്ന് പറഞ്ഞു. അതെന്താടാ നിനക്ക് ഉറക്കം വരാതിരിക്കാനിപ്പോൾ എന്തു പറ്റി, നിങ്ങൾ തമ്മിൽ വഴക്കുമെല്ലാം കൂടിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്താടാ കാര്യമെന്ന് ചോദിക്കുമ്പം അമ്മ ചെന്ന് കിടക്കാൻ പറഞ്ഞു. അമ്മ വന്ന് അടുത്തിരിക്കുക. ദേ അപ്പോൾ ശ്രുതി പറഞ്ഞ് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്താ അവള് പറഞ്ഞേ? അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രുതി ഇങ്ങനെ അമ്മയുടെ വിവരങ്ങളൊക്കെ പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്ര എന്തൊരു പെണ്ണാടാ അവള്, ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ പറയുവോടാ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കും കേട്ടോ. ഇത് ശരിയല്ല കേട്ടോ, നീ വന്നേ, അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ട് മോനെയും കൈ പിടിച്ചുകൊണ്ട് ശ്രുതിയോടെ ചോദ്യം ചെയ്യാൻ പോവുക. ആ സമയത്ത് വേണ്ട അമ്മയെന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക. ഇത് മുളയിലേ നുള്ളണം അല്ലെങ്കിൽ ശരിയാവില്ല, നിങ്ങൾ വന്നേ ഇപ്പം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയുടെ അടുത്തേക്ക് മകൻ്റെ കയ്യും പിടിച്ച് കയറി ചെല്ലുന്നിടത്ത് നിന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.